വർഷങ്ങളായിട്ട് നമ്മുടെ വീടുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ വൈദ്യുതി തരുന്നത് KCB ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാൽ അതേ KCBക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ഒരു സ്കൂള് ഇങ്ങ് കാസർഗോഡ് കാഞ്ഞങ്ങാടുണ്ട്. കാഞ്ഞങ്ങാട്ടെ മേലാങ്കോട്ട് GUP സ്കൂളാണ്. ആ സ്കൂളിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതൊന്നും നമ്മൾക്ക് പോയി കണ്ടു നോക്കാം. പടിപടിയായി പ്രകൃതി നശിക്കുമ്പോൾ മേലാങ്കോട്ടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വെറുതെ ഇരിക്കാനായില്ല. ക്ലാസ് മുറികളിൽ പഠിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കാൻ എല്ലാവരും ഒരു മനസ്സോടെ ഇറങ്ങി. ഇന്നിപ്പോൾ മേലാങ്കോട്ട് GUP സ്കൂൾ ഒരു സമ്പൂർണ്ണ കാർബൺ ഫ്രീ ക്യാമ്പസാണ്. ഈ വിദ്യാലയത്തിലെ അടുക്കള സംസ്ഥാനത്തിൽ തന്നെ ആദ്യത്തെ സ്മാർട്ട് അടുക്കളയും. ഇത് ആവിയിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ പോഷകം ഒട്ടും നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസ് കാർബൺ നെറ്റ് 0 ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു മേലാങ്കോട്ടിൻ്റെ ഒരു മുഖമുദ്രയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം കൂടി തന്നെയാണിത്. സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഒരുപോലെ വർഷങ്ങളോളം പ്രയത്നിച്ചപ്പോൾ സ്കൂളിൽ ഒരു അത്യുഗ്രൻ സോളാർ പാനലും മറ്റു സംവിധാനങ്ങളും സ്ഥാപിക്കപ്പെട്ടു. എനർജി ഓഡിറ്റിംഗ് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ ക്യാമ്പസിനകത്തുള്ള എനർജി ഉപഭോഗം മുഴുവൻ വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കിച്ചണിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നതെന്നും അത് ഗ്യാസാണ് ഉപയോഗിക്കുന്നതെന്നും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താൻ വേണ്ടി പറ്റി. ഗ്യാസ് എങ്ങനെ നമുക്ക് മാറ്റി ഇലക്ട്രിഫൈ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചന നടക്കുകയും അതിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു. എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ഓഫ് കേരളയാണ് ഇത്തരത്തിലുള്ള ഒരു സ്മാർട്ട് കിച്ചൺ നമുക്ക് സ്ഥാപിക്കാമെന്നും അതുവഴി ഹരിതഗൃഹവാതകങ്ങളുടെ ഉപയോഗം കുറയ്ക്കാമെന്നും നമുക്ക് ഒരു റിപ്പോർട്ട് തന്നു. സൗരോർജ്ജം കൊണ്ട് അടുക്കള സ്മാർട്ടായപ്പോൾ അവിടെ ജോലിയും എളുപ്പമായെന്ന് ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. പണി അധ്വാനഭാരം കുറഞ്ഞു, എളുപ്പം ആയി കിട്ടുകയും ചെയ്യും. ഭക്ഷണം ചോറെല്ലാം വേഗമായി കിട്ടും. പ്രകൃതി സ്നേഹവും പ്രകൃതി സംരക്ഷണവും കേവലം പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇത് കൃത്യമായി പ്രാവർത്തികമായി കൂടി നടപ്പാക്കേണ്ടതുണ്ട്. ഇതാണ് മേലാങ്കോട്ട് GUP സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.